ടീമേ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ട് വേളാങ്കണ്ണിയിൽ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ 2-3 ദിവസമായിട്ട് വേളാങ്കണ്ണിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി എടുത്തത് അടിപൊളി വില്ലയാണ് കേട്ടോ. ബിജൂസ് ഹോം സ്റ്റേ എന്ന് പറയും. നമ്മുടെ വേളാങ്കണ്ണി പള്ളിയിൽ നിന്ന്, അതായത് മലയാളം കുർബാന നടക്കുന്ന പള്ളിയിൽ നിന്ന് 7 മിനിറ്റ് നടന്നാൽ മതി കേട്ടോ. 230 മീറ്ററേ ഉള്ളൂ. അടിപൊളി വില്ലാസം ഒരുപാടുണ്ട് കേട്ടോ ഇവർക്ക്. പിന്നെ ലോഡ്ജൊക്കെ ഉണ്ട്. എന്തേ ബോറടിച്ചാ ചേട്ടാ? തണ്ണിമത്തം വാങ്ങിച്ചില്ലേ? തണ്ണിമത്തം ഒന്നും ഇവിടെ ഇല്ല. കുമ്മട്ടിക്കയില്ല, ഇല്ല. പൈനാപ്പിൾ ഉണ്ട്, പഴുത്തിട്ടുണ്ട്. ഒരു കാര്യം, കത്തിയോട് പ്ലേറ്റ് കൊടുക്ക്. കത്തിയ റൂമിലുണ്ട്, ഞാൻ പ്ലേറ്റ് ഇപ്പം എടുത്തുകൊണ്ട് വരാം. ചായ കുടിച്ചാ? ഞാനേ കത്തി എടുത്തിട്ട് വരാം. റൂമിലാ? മറ്റേ റൂമിലുണ്ട്. ഇവിടെ 3 വലിയ റൂമാണുള്ളത്. 2 റൂം AC ആണ് കേട്ടാ. ഞങ്ങൾ ഈ വില്ല ഞങ്ങളുടെ അടുത്ത്. എവിടെ വെച്ചേക്കടാ? ചേട്ടാ അപ്പുറത്തെ റൂമില്. വലിയ റൂംസാണ് കേട്ടാ. ആ, നമ്മൾ താമസിക്കുന്ന റൂമെന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ 10 പേരുണ്ടെങ്കിലും, ഫ്രണ്ട്സൊക്കെ 10 പേരുണ്ടെങ്കിലും 10 പേര് ഇവിടെ താമസിക്കാം കേട്ടോ. ഞങ്ങൾ 4 പേരേ ഉള്ളൂ. പിന്നെ നമുക്ക് വെച്ച് കഴിക്കണ കിച്ചണൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കഴിയില്ലേ? കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ ഫുഡ് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നല്ല അടിപൊളി കേരള ഫുഡാണ്. നമ്മുടെ അമ്മച്ചയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഫുഡല്ലേ? നല്ല ഫുഡാ, നല്ല സൂപ്പർ ഫുഡാണ്. പിന്നെ ഇവിടുത്തെ കുളിക്കാനുള്ള വെള്ളമൊക്കെ എങ്ങനെയുണ്ട്? ഫിൽറ്റർ ചെയ്ത വെള്ളം. സാധാരണ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ കുളിക്കാൻ ഭയങ്കര പേടിയായിരിക്കുള്ളൂ. നമ്മൾ വേളാങ്കണ്ണിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാര്യത്തിൽ മാത്രമേ നമുക്ക് ഏറ്റവും വലിയ ദുരന്തം. ഒന്നാമത്തെ വെള്ളം, കുളിക്കണ വെള്ളം. കുടിക്കാൻ വെള്ളം കിട്ടും ബോട്ടിൽ, കുളിക്കാൻ വേണ്ടി മറ്റേ ഉപ്പുവെള്ളമൊക്കെ ആയിരിക്കും. ഇവിടെ നല്ല ഫിൽറ്റർ ചെയ്ത വെള്ളമുണ്ട്. പിന്നെ അടിപൊളി ഫുഡുണ്ട്. എന്താ അമ്മച്ചി? എന്താ നമ്മൾ 2 ദിവസം ഇവിടെ താമസിച്ചിട്ട് എന്താ പറയാനുള്ള? ഒരു കുർബാന കണ്ടില്ല മലയാളം? വീട്ടിലേക്ക് പോകാൻ തോന്നണ്ട? അമ്മച്ചിക്ക് ഇവിടെ അങ്ങോട്ട് പിടിച്ചു പോയിട്ടാ. അടിപൊളിയല്ലേ? ഞാനിതൊന്ന് കട്ട് ചെയ്യട്ടെ. ഇത്തിരി പച്ച സാധനം ഉണ്ട്, കഴിച്ചു നോക്കിയാ. അമ്മച്ചിക്ക് വേണ്ട, അമ്മച്ചി പൈനാപ്പിൾ കഴിക്കൂല. ഞാനിരിക്കുന്ന വലത്തെ സൈഡിൽ കാണുന്ന ഒരു വില്ലയില്ലേ, ഇതിൽ വലിയ വില്ലയാണത്. 2 നിലയാണത്. ഇതിനും കൂടി ഈ റൂംസ് കൂടുതലാണ് അവിടെ. 50 പേര് വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ താമസിക്കാം. അപ്പോൾ ഇത്തിരി പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ റൂം എടുത്താൽ മതി, ഈ വില്ല എടുത്താൽ മതി. ഫാമിലി ആയിട്ടൊക്കെ വരാൻ നേരത്ത്, കപ്പിൾസൊക്കെ ആയിട്ട് വരാൻ നേരത്തൊക്കെ ഈ വില്ല അടിപൊളിയാണ്. അപ്പുറത്തെന്ന് പറയുമ്പോൾ ആ വില്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബസ്സിലൊക്കെ വരുമല്ലോ ആൾക്കാർ. ബസ്സിലൊക്കെ വന്ന ആൾക്കാർ, പിന്നെ കൂടുതൽ നമ്മൾ ക്ലബ്ബ്, വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ വേളാങ്കണ്ണി വന്ന ആൾക്കാർക്കൊക്കെ അപ്പുറത്ത് എടുക്കാം. അതുമാത്രമല്ല ഇവർക്ക് കുറേ വില്ലാസും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. പള്ളിയുടെ അടുത്ത് തന്നെയാണ് എല്ലാം. ലോഡ്ജ് വേണ്ട ആൾക്കാരെങ്കിൽ ലോഡ്ജ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബീച്ചിൻ്റെ അടുത്ത, പള്ളി അടുത്താന്ന് പറയുമ്പോൾ പള്ളിക്ക് അടുത്ത് തന്നെ ബീച്ച്, തൊട്ടടുത്ത് തന്നെ നടന്നു പോകാനുള്ള ദൂരത്തിന് ബീച്ചുണ്ട് അല്ലേ? ബീച്ചിൻ്റെ ആംബിയൻസ് ഒക്കെ നമ്മൾ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അല്ല അടിപൊളിയല്ലേ ബീച്ചൊക്കെ? നല്ല ഇത്ര വലിയ ബീച്ച് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ആലപ്പുഴയിലെ ബീച്ച് കൊല്ലത്ത് കണ്ടിട്ടുണ്ട്. കൊല്ലത്ത് കണ്ടിട്ടുണ്ട്. എന്നാലും ഈ ബീച്ചിന് അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ അല്ലേ അമ്മച്ചി, നമ്മൾ വന്നപ്പോൾ ഒരു ടൂറിൻ്റെ ഒരു സ്റ്റൈലാണ് വന്നേക്കണത്. അപ്പോൾ പുറത്ത് ഇത്തിരി ചൂടുണ്ടല്ലേ അമ്മച്ചി? അകത്ത് എങ്ങനെയുണ്ട്? യാസിയുണ്ട്. പിന്നെന്താ അടുത്ത് പറയാനുള്ളത്? അപ്പോൾ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുവാണെങ്കിൽ വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിൽ വിളിക്കാനുള്ള ഓപ്ഷൻ മാത്രമല്ല കേട്ടോ, എനിക്ക് ഓൺലൈൻ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ വിളിക്കാൻ നേരത്ത് നിങ്ങൾ വെളുപ്പിന് 5 മണി തുടങ്ങി രാത്രി 10 മണി വരെ മാത്രം വിളിച്ചാൽ മതി കേട്ടോ. 10 മണി കഴിഞ്ഞ് വിളിക്കരുത് കേട്ടോ. അവർ ശല്യം ചെയ്യരുത്, അവരെടുക്കില്ല. അമ്മച്ചു ഓർത്തിരിക്കുന്ന ട്രെയിൻ അത് പറഞ്ഞു കൊടുത്തേ. അപ്പോൾ ട്രെയിനിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ പിക്ക് ആൻഡ് ഡ്രോപ്പ് അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ ഫുഡ് എൻ്റെ അമ്മ നമ്മൾ കാട്ടയിലൊക്കെ കഴിച്ചില്ലേ, സൂപ്പർ ഫുഡല്ലേ? അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കണ ഒരു സീൻ കണ്ടു കേട്ടോ. അത്രയും നമുക്ക് നാടൻ ഫുഡുകളാണ്. ഉച്ചക്കത്തെ ഫുഡ് അടിപൊളി ഫുഡാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ട അയില. നമ്മുടെ വേളാങ്കണ്ണി വന്നു കഴിഞ്ഞാൽ അയില കഴിക്കണം. കാട്ടയില എന്ന് പറയും ഇതിനാ. ഇത് കണ്ട ഒരെണ്ണം തന്നെ ഒരു 250 ഗ്രാം ഉണ്ടാവും. നല്ല ഫ്രഷ് അയില ഉണ്ടാ. അപ്പോൾ ഇതിൽ ചോറ് കിടക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടാമത്തെ ഷോട്ട് എടുക്കണം, അതാണ്ട് ചോറ് കിടക്കണേ കേട്ടാ. ഞങ്ങൾക്ക് വേണ്ടി മാത്രം അയില റെഡിയാക്കിക്കണേ. ആരാ എങ്ങനെയുണ്ട് ഫുഡ്? കണ്ടിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. ഇന്നലെ കഴിച്ചത് എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പോൾ ഇതിൽ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മീൻ വറുത്തതും. അമ്മച്ചി പകുതി കഴിക്കുള്ളൂ, പകുതി ഞാൻ കഴിച്ചോളാം.
ഇതേണ്ട നല്ല മുരിമുരിഞ്ഞ അയിലാണ്, അയിലക്കുട്ടൻ. അയില മാത്രം മതി ചോറ് തിന്നാൻ വേണ്ടി. ഇതേണ്ട ക്യാബേജ് ഉണ്ട്. പിന്നെ ഇതെന്താണ്? സാമ്പാർ. ഇത് ചെമ്മീൻ ഉണ്ട് കേട്ടോ, അതെ വലിയ ചെമ്മീൻ. കൊതിച്ചിട്ട് കാര്യമില്ല. അതെന്താ? എന്താണെന്ന് അറിയാൻ പാടില്ല. അന്ന് എടുത്തിട്ടില്ല. അതൊരു പുളിക്കറിയാ. ഇത് കറിയാണ്. മെയിൻ സാധനം കാണിച്ചില്ലല്ലോ. മാങ്ങാക്കറിയാണത്. വേണ്ട മോദമീനാണ് കേട്ടാ. ഞങ്ങളിപ്പോൾ ഓരോ കഷ്ണം കഴിച്ച്. വേണ്ട സൂപ്പർ മീനാണ്. അപ്പോൾ ഇതും കൂട്ടിയൊക്കെ ഫുഡ് കഴിക്കാം. ഇത് വേണ്ട അയില. മീൻ, പച്ചമീൻ. അപ്പോൾ ഇത് കഴിക്കാം അമ്മച്ചി. എങ്ങനെയുണ്ട് ഫുഡ്? കഴിക്കാൻ തോന്നണില്ലേ? കൊതി വന്നില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ വേണമെങ്കിലേ പെയ്ഡാണ് കേട്ടോ. അപ്പോൾ ബുക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആണ്. 3 നേരം നാടൻ ഫുഡാണ്. രാവിലെ അല്ലേ ദോശയും ഇഡ്ഡലി, നമ്മുടെ പുട്ട്. അത് നമ്മൾ മറ്റുള്ള ഹോട്ടൽസൊക്കെ താമസിക്കാൻ ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ ഉള്ള ഫുഡ് തന്നെയാണ് കേട്ടോ. രാവിലത്തെ വെള്ളയപ്പം ഉണ്ട്, ചില ദിവസം പൂരി ആയിരിക്കും. പിന്നെ ഉച്ച നേരത്ത് ഞങ്ങൾ കാണിച്ച ഫുഡ് അതിൽ കറികൾ വ്യത്യാസം ഉണ്ടാവും. നാടൻ ഇവിടെ കടലടുത്തായതുകൊണ്ട് എപ്പോഴും നല്ല അല്ലേ ഫ്രഷ് മീൻ കിട്ടും. രാത്രിയാണെങ്കിൽ ചപ്പാത്തി ഉണ്ട്, ചോറുണ്ട്, ചിക്കനുണ്ട്, ചിക്കൻ കറിയുണ്ട്. ചിക്കൻ കറി ഒന്ന് തന്നെയാണല്ലേ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കറി വെച്ചതുണ്ടാവും. അപ്പോൾ ഈ വെക്കേഷനിൽ വേളാങ്കണ്ണിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ബിജൂസ് ഹോം സ്റ്റേ അല്ലെങ്കിൽ വില്ലാസ് ബുക്ക് ചെയ്യുക. പിന്നെ വേളാങ്കണ്ണിയിൽ പോകുന്ന എന്തെങ്കിലും ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട്